എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പം നമുക്ക് എല്ലാവർക്കും മഴയൊക്കെയാണ്. മഴയൊക്കെയായി ഞങ്ങളുടെ തോട്ടിലൊക്കെ വെള്ളമൊക്കെ നിറഞ്ഞ് ഇപ്പോൾ ഒഴുക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മുറ്റത്ത് വെള്ളമൊന്നും വലിയ രീതിയിൽ നിൽക്കുന്നില്ല, അതുകൊണ്ട് വലിയ വിഷയവുമില്ല. അപ്പം ഇന്നത്തെ പ്രത്യേകിച്ച് ഞങ്ങൾ വീഡിയോ എടുക്കാൻ കാരണം നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ സാധനം കിട്ടിയിട്ടുണ്ട്. മഴ പെയ്തപ്പോൾ നമ്മുടെ മുറ്റത്ത് കയറി വന്ന ഒരു വരാലിനെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ വരാലുമായിട്ടാണ് ഇന്ന് കുസൃതി കുട്ടി അംഗം വെട്ടാൻ പോകുന്നത്. കണ്ടല്ലോ, വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അപ്പം തന്നെ അവളിതേ പിച്ചാത്തിയൊക്കെ എടുത്ത് ആ വരാലുമായിട്ട് അംഗം തുടങ്ങിയിരിക്കുക കേട്ടോ. കുറേ നേരം രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ അമ്മയായിട്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് വരാലിനെ കളിച്ചാന്നും പറഞ്ഞിട്ട് കുറേ നേരം ഇരുന്നു. എന്നിട്ട് നേരെ അമ്മയായിട്ട് നേരെ പുറത്തേക്ക് പോയി അതിനെ വെട്ടി ക്ലീൻ ചെയ്യുന്ന ഒരു തയ്യാറെടുപ്പിലാണ് രണ്ടുപേരും. അപ്പോൾ അവൾ അതിനെ എടുത്ത് പൊക്കി നോക്കാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അപ്പം മേത്തൊക്കെ മൊത്തം അഴുക്കായി കേട്ടോ, ഒരു രക്ഷയില്ല. എന്നുവെച്ച് നേരെ അമ്മയായിട്ട് കുറേ നേരം എടുത്ത് കളിച്ചു. എന്നുവെച്ചും അത് ബഹളം വെച്ച് ഏറ്റവും അവസാനമായപ്പോഴത്തേക്കും അമ്മ തേക്കുക കേട്ടോ. അതിനെ തേച്ച് നല്ല ഉളുമ്പുള്ള ആണ് വരാലിന്. അപ്പോൾ നല്ലപോലെ തേച്ച് വൃത്തിയാക്കണം. അമ്മ നല്ലപോലെ തേച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. തേച്ച് വൃത്തിയാക്കി നമ്മളത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കും. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒന്ന് വെള്ളത്തിൽ കളിക്കാനായിട്ട് പോയി കേട്ടോ. വെള്ളത്തിൽ പോയി കളിയും കാര്യങ്ങളൊക്കെ ആയി. കുറേ നേരം വെള്ളത്തിൽ കളിയായിരുന്നു. നമ്മൾ എത്ര പറഞ്ഞിട്ടോ അവൾ അനുസരിച്ചില്ല കേട്ടോ. വെള്ളത്തിൽ കളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വെള്ളത്തിൽ കളിയാണ്. അപ്പോൾ ഞങ്ങൾ വെള്ളത്തിൽ കളിക്കുകയും ഒരു ചെരുപ്പുണ്ട് അവൾക്ക് വിടാൻ പറ്റാത്ത വലിയ ചെരുപ്പ് കേട്ടോ. ആ വലിയ ചെരുപ്പുമായിട്ട് വെള്ളത്തിൽ കളിയുന്നത്. ഇപ്പോൾ അവിടെ കിടന്ന് ഒരു കുടവും എടുത്തുകൊണ്ട് ആ വെള്ളത്തിൽ മുക്കി കളിയാണ് കേട്ടോ. അപ്പോൾ അമ്മ വരാലൊക്കെ വെട്ടി റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. വെട്ടി റെഡിയാക്കി അപ്പോൾ നമ്മൾ നേരെ ഇനി ഉള്ളിയൊക്കെ എടുത്ത് ചതക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഉള്ളിയൊക്കെ എടുത്ത് നമ്മൾ ചതച്ചോണ്ടിരിക്കുക കേട്ടോ. ചതച്ച് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയാണ് നമ്മൾ ചതക്കണം. ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം നമ്മൾ നല്ലപോലെ എടുത്ത് വൃത്തിയാക്കി നേരെ ആ വരാൽ വൃത്തിയാക്കി വെച്ചിരിക്കുന്നതിൻ്റെ അകത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നമ്മൾ മുളക് പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാ കാര്യങ്ങളും ഇട്ട് നേരെ അത് കുറച്ച് നേരം അങ്ങനെ റെസ്റ്റിൽ വെക്കണം. ഒരു 10 മിനിറ്റോളം നമ്മളത് റെസ്റ്റിൽ വെക്കും കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സ്വല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമ്മൾ നല്ലപോലെ തിരുമും കേട്ടോ. നല്ലപോലെ തിരുമ്മി റെഡിയാക്കി വെക്കും. നമുക്കപ്പോൾ ആ വീഡിയോയിൽ കാണാൻ പറ്റും, നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ലപോലെ കൈവച്ച് തിരുമ്മി റെഡിയാക്കി നമ്മളവിടെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നേരെ അടപ്പയിലേക്ക് കയറ്റി നല്ലപോലെ പറ്റി വരുന്ന സമയത്താണ് നമ്മൾ ഇച്ചിരി തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലൊക്കെ ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ച് നല്ല വറ്റിച്ചെടുക്കും. എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറമെ നമുക്ക് വേറെ കറികളൊക്കെ ഉണ്ട്. ഞങ്ങൾ അതും കാണിച്ചു തരാം. അപ്പോൾ നമുക്കിന്ന് സ്പെഷ്യലായിട്ട് കിട്ടിയത് വരാലാണ്. അപ്പോൾ നമുക്ക് മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്കും വരാലും കരിത്തലയും, നിങ്ങളുടെ നാട്ടിലൊക്കെ കരിത്തലൊക്കെ എന്തൊക്കെ പേര് പറയണമെന്ന് എനിക്കറിയില്ല. അപ്പം നമുക്ക് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മീൻ നമ്മുടെ മുറ്റത്ത് കയറി വരും കേട്ടോ. അപ്പം ഒഴുക്ക് കായലിലേക്കാണ് നമുക്ക് ഈ വെള്ളം ഒഴുകി പോകുന്നത്. നമ്മൾ ഏറ്റവും അവസാനമാകുമ്പോഴത്തേക്കും നേരെ അടപ്പയിലേക്ക്, എന്നിട്ട് ഇത് അമ്മയുടെ പുറകെ വന്ന് അവൾ ഭയങ്കര ശല്യമാണ്. മഞ്ഞപ്പൊടി ഇടെന്നും പറഞ്ഞിട്ട് ബഹളം വെച്ച് ഏറ്റവും അവസാനം ആ മഞ്ഞപ്പൊടി എടുക്കാൻ മേലാഞ്ഞിട്ടും ആ മഞ്ഞപ്പൊടി എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. കുറേ നേരം ബഹളം വെച്ചു അവിടെ കിടന്ന്. എന്നിട്ട് ഇപ്പോൾ നമ്മൾ നേരെ എന്തായാലും അടപ്പയിൽ കയറ്റാൻ പോവാം. അടപ്പയിൽ കയറ്റി എന്തായാലും കുറച്ച് നേരം തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്തായാലും 1-ാം പാലും 2-ാം പാലൊക്കെ ഒഴിച്ച് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. നമ്മളതിൻ്റെ കൂട്ടത്തിൽ വേപ്പിലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. വേപ്പിലയും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അരച്ചൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളിത് പോയി കുളിച്ച് റെഡിയായി ഞങ്ങളങ്ങനെ നിൽക്കുകയാണ്. കുളിച്ച് റെഡിയായി ഇപ്പം കുടുംബത്തേക്ക് പോകണം. കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്കൊന്ന് ചന്ദനാക്കി എടുത്തേക്ക് പോകണം. ഞങ്ങൾ ചന്ദനാക്കിയാണ് ഞങ്ങൾ നോക്കണത്. അപ്പോൾ ഞങ്ങൾ നേരെ കുടുംബത്തേക്ക് പോയി. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് തക്കാളിക്കറിയും കാര്യങ്ങളും കൂടിയുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലും കാര്യങ്ങളും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ഒരു പുതിയ വീഡിയോ വരും വരെ ബൈ.